പിണറായി വിജയനെതിരെ കേരളത്തിൽ പ്രസംഗിച്ചത് KPCC നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് എന്ന് രാഹുൽ ഗാന്ധി. പ്രസ്താവനകൾ പിൻവലിക്കേണ്ടതില്ലെന്നും ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുൽ വ്യക്തമാക്കി. പിണറായിയോടുള്ള നിലപാടിനെ ചൊല്ലി ഡി രാജയും NK പ്രേമചന്ദ്രനും തമ്മിൽ തർക്കമായതോടെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെട്ടാണ് വിഷയത്തിൽ ചർച്ച അവസാനിപ്പിച്ചത്. ശരത് ലാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്ത്, നേരത്തെ തന്നെ CPIM കർശനമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിൽ അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്ത് കൊടുത്തിരുന്നതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ ജോൺ ബ്രിട്ടാസ് ഇന്നലെ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാമാണ് വിവരങ്ങൾ? അച്ഛൻ, ഇന്നലെ ജോൺ ബ്രിട്ടാസ് ആണ് CPM-ന്റെ പാർട്ടി നിലപാട് യോഗത്തിൽ വിശദീകരിച്ചത്. കാരണം ഒരു ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിന്റെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവിനെ ജയിലിലാക്കാൻ വേണ്ടി കോൺഗ്രസും കൂടി ഇഡിക്ക് സപ്പോർട്ട് ചെയ്തു, അല്ലെ BJPയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണമാണ് ബ്രിട്ടാസ് വെട്ടിത്തുറന്ന് യോഗത്തിൽ വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഇതിലൊരു വിശദീകരണം നൽകിയത്. സംസ്ഥാന നേതൃത്വം KPCC നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് താൻ അത്തരൊരു പരാമർശം നടത്തിയത്. അതിനെ പിന്താങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ ചർച്ചയെടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അത് താൻ ആ പ്രസ്താവന പിൻവലിക്കുന്നതിന്റെ ആവശ്യകതയില്ല എന്ന സൂചന അദ്ദേഹം നൽകി. തുടർന്നാണ് CPI നേതാവ് രാജ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത്തരമൊരു പ്രസ്താവനകൾ ഇടതുപക്ഷത്തെ ദുർബലമാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിച്ചത്. ഇതിനെ തുടർന്ന് ഡി രാജയും അതേപോലെ തന്നെ NK പ്രേമചന്ദ്രൻ RSPയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കേരളത്തിൽ UDF-ഉം LDF-ഉമാണ് മത്സരം നടക്കുന്നത്. അവിടെ BJP കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ LDF-നെതിരെയുള്ള ഏത് ആരോപണങ്ങളും UDF-ന് പറഞ്ഞേ മതിയാവും. അത് ഡൽഹി പോലെയുള്ള ദേശീയ തലത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ഡി രാജയോട് NK പ്രേമന്റെ മറുപടി. എന്നാൽ ഡി രാജ പറഞ്ഞത് ഫാർ ലെഫ്റ്റായി എന്ന പരാമർശം ഇടതുപക്ഷത്തെ അവസ്ഥാനത്തെ മുഴുവൻ അല്ലെങ്കിൽ അവഹേളി തരത്തിലാണ്, അത് പിൻവലിക്കണമെന്നാണ്. തുടർന്ന് വാക്തർക്കം കൂടുന്തോറും മല്ലികാർജ്ജുന ഖാർഗെ ഇടപെടുകയും ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട, നമുക്ക് പിന്നൊരു സമയം ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ തൽക്കാല പ്രശ്നത്തിന് വിരാമമിടുകയായിരുന്നു. ഏതായാലും CPM-ന്റെ അതായത് രാഹുൽ ഗാന്ധി നിലവിലുള്ള പ്രതിഷേധം ആ യോഗത്തിൽ 25ഓളം ഇന്ത്യ സഖ്യ ഘടകകക്ഷികൾ പങ്കെടുത്ത യോഗത്തിൽ തന്നെ വ്യക്തമാക്കി എന്നുള്ളതാണ് ഈ ഇന്നലത്തെ സംഭവ വികാസങ്ങളുടെ പ്രത്യേകത. അർഷദ്.